നമസ്തേ. നമുക്ക് ഈ ഔട്ട്പുട്ട് പ്രഡിക്ഷൻ അങ്ങനെ ഒരു സംഭവമാണ് നമ്മൾ നോക്കുന്നത്. ആദ്യത്തേത് ബേസിക് ഡേറ്റ ടൈപ്പ് ആൻഡ് ഓപ്പറേറ്റേഴ്സിലാണ്. ദീസ് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് യുവർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് വേരിയബിൾ ഡിക്ലറേഷൻ, ഡേറ്റ ടൈപ്പ് ആൻഡ് അരിത്തമാറ്റിക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ടൈപ്പ്കാസ്റ്റിംഗ്. അപ്പോ ഇവിടെ നമ്മൾ പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മീൻ സ്ട്രിംഗ് ആർഗ്യുമെന്റ്സിനുള്ളിൽ CH1 എന്ന് പറഞ്ഞ വേരിയബിള് ക്യാരക്ടറാണ്. അതില് G സ്റ്റോർ ചെയ്തു, CH2 P സ്റ്റോർ ചെയ്തു. എന്നിട്ട് അപ്പോൾ ഇതിനൊരു ആസ്ക്യൂ വാല്യൂ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ആസ്ക്യൂ വാല്യൂ ചെറുതായിട്ടൊന്ന് കാണാതെ പഠിച്ച് ഒന്ന് ഓർത്ത് വെക്കുക. അതായത് സ്മോൾ ലെറ്റർ A മുതൽ Z വരെയും ക്യാപിറ്റൽ A മുതൽ Z വരെയുള്ളത് ചെറുതായിട്ടൊന്ന് ഓർത്തിരിക്കുക. ബാക്കി ഇടയ്ക്ക് വിട്ടുപോയാൽ നമുക്ക് കണക്കൂട്ടി എടുക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടെ നമ്മളെ മനസ്സിലാക്കിക്കുന്ന എന്താന്ന് വെച്ചാൽ അത് ഇന്റിജർ ആക്കുമ്പോൾ അപ്പൊ അതിന്റെ ആസ്കി വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. അപ്പോ ജിയുടെ ആസ്കി വാല്യൂ എന്ന് പറയുന്നത് 71 ആണ്. അപ്പോ നമുക്ക് വേണമെങ്കിൽ എയുടെ വാല്യൂ എത്രയാണെന്ന് വേണം ഇത് വെച്ച് നോക്കാം. ABCDEFG. അപ്പോ ഏതാണ്ട് 7 പുറകോട്ട് വന്നു. അപ്പൊ 70 നിന്ന് 7 കുറയ്ക്കുന്നതാണ് ക്യാപിറ്റല്. ഓക്കെ. അപ്പോ GHIJKL. അപ്പൊ അത് നമുക്ക് ആസ്കി വാല്യൂസ് ഒന്ന് ഓർത്തിരുന്നാൽ കൊള്ളാം. അപ്പോ ഇതില് 71 3 74, പിന്നെ 80 5, 80 നിന്ന് 5 പോയി 75. അപ്പൊ 74 75 ആണ്. അത് പ്രിന്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം CH1 G ആണുള്ളത്, അത് G പോലെ പ്രിന്റ് ചെയ്യും. num1 ആ ജിയുടെ ആസ്കി വാല്യൂ ആയിട്ടുള്ള 71 എടുത്തിട്ട് അത് 74 എന്ന് പ്രിന്റ് ചെയ്യും. അതേപോലെ തന്നെ CH2 5 P എന്നുള്ള വാല്യൂ എടുത്തിട്ട് അത് 80, അതിന്റെ ആസ്കി വാല്യൂ 80 നിന്ന് 5. ആ ലൈൻ ഒന്ന് സ്പ്ലിറ്റ് ആയി പോയി, ഒരു ലൈനിൽ തന്നെ വരണം. ഇങ്ങനെ അത് ടൈപ്പ് ചെയ്ത എറർ കാണിക്കും, അത് മുകളിലോട്ട് ആക്കേണ്ടതുണ്ട്. അപ്പോ അത് ക്യാരക്ടറായിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ K പ്രിന്റ് ചെയ്യും. അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ 75 K ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് കണക്കൂട്ടി എടുക്കാം. G 71 ആണെന്ന് വിചാരിച്ചു. GHIJK. G 71, 72, 73, 74. GHIJK 75. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കണക്കൂട്ടി എടുക്കാം. ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്യാരക്ടറിന് ഒരു ആസ്കി വാല്യൂ ഉണ്ട്. അത് ഇന്റിജർ ആയിട്ട് എടുക്കുമ്പോൾ ആ ആസ്കി വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയോ ചെയ്യുന്നു. അല്ലാതെ G+3 കൂട്ടുക അങ്ങനെയല്ല. ആ നമ്പർ ആക്കുമ്പോൾ അതങ്ങനെയാ ചെയ്യുന്നു. ആ ആസ്കി വാല്യൂസ് കൂട്ടുകയും കുറയ്ക്കുകയോ ചെയ്യുന്നു. ഇതാണ് നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഔട്ട്പുട്ട് G74 PK. അപ്പൊ G74 എങ്ങനെയാ വന്നത്? G നമുക്കറിയാം CH1 G. num1 എത്രയാ? അത് 74 + 3. അല്ല, ജിയുടെ വാല്യൂ 71 ആണ്. 71 + 3 74 പ്രിന്റ് ചെയ്തു. ഇനി num2ന്റെ കേസിൽ എങ്ങനെയാ? അതില് CH2 80 - 5 75 ആണ്. ആ 75ന്റെ ക്യാരക്ടർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞത്. അത് നമ്പറിനെ ക്യാരക്ടർ ആക്കുന്ന ഒരു കൺവേർഷനാണ്. ഇതിനെ നമുക്ക് ടൈപ്പ് കാസ്റ്റിംഗിൽ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്നൊക്കെ പറയാം. നമ്മൾ ഇടപെട്ട് തിരുത്തുക ചെയ്യുന്നു. num2 പ്രിന്റ് ചെയ്യേണ്ടത് നമ്പറായിട്ടാണ്. നമ്മൾ അതിനെ ക്യാരക്ടറായിട്ട് പ്രിന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ അതിൽ ആസ്ക്യൂ വാല്യൂന്റെ ക്യാരക്ടർ എടുക്കും. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് പ്രോഗ്രാമിൽ പഠിക്കേണ്ടത്. ഇവിടെ
നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻസ് നോക്കി. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം ഇതേ ഉള്ളൂ. ക്യാരക്ടേഴ്സ് നമ്മൾ അത് ഇന്റിജർ ആയിട്ട് എടുക്കുമ്പോൾ അത് ആസ്കി വാല്യൂസിലാണ് എടുക്കുന്നത്. ആസ്കി വാല്യൂസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നത്. ആ ക്യാപിറ്റൽ എ മുതൽ ഇസഡ് വരെയും സ്മോൾ എ മുതൽ ഇസഡ് വരെയുള്ള നമ്പേഴ്സ് ഒന്ന് ഓർത്തിരുന്നാൽ കൊള്ളാം. പിന്നെ ഇടയ്ക്കുള്ള ചില്ലറ ഓർത്താൽ നമുക്ക് ഈ കാര്യം ശരിയാക്കാൻ പറ്റും. ചിലപ്പോൾ ആസ്കി വാല്യൂസ് തന്നിരിക്കും, അത് പ്രതീക്ഷിക്കേണ്ട. കുറച്ച് ആസ്കി വാല്യൂസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ. ഓക്കെ, അപ്പൊ അതാണ് അവിടെ നമ്മൾ ഓർക്കേണ്ടത്. ക്യാരക്ടറായിട്ട് ഡിഫൈൻ ചെയ്തെങ്കിലും ഇന്റിജർ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ആസ്കി വാല്യൂ കൂട്ടുകയും കുറയ്ക്കുകയോ ചെയ്യും. പിന്നെ നമ്മൾ ആ നമ്പറിനെ ക്യാരക്ടറായിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ, അപ്പോൾ 71 ഉള്ളതെങ്കിൽ അത് ക്യാരക്ടറായിട്ട് പ്രിന്റ് ചെയ്യുമ്പോൾ 71 അല്ല പ്രിന്റ് ചെയ്യാൻ പോകുന്നത്, ജി എന്ന് പ്രിന്റ് ചെയ്യും. 80 എന്നുള്ളത് നമ്പറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന അത് ക്യാരക്ടർ ആക്കി കഴിഞ്ഞാൽ പി എന്ന് പ്രിന്റ് ചെയ്യും. ഓക്കെ, ഇതില് 75 എന്ന് ഉള്ളത് ആസ്കി വാല്യൂല് പ്രിന്റ് ചെയ്യുമ്പോൾ അത് കെ പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ഓർത്തിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സിന്റെ വാല്യൂ 5, വൈന്റെ വാല്യൂ 2. ഇവിടെ ഡബിൾ എന്ന് പറഞ്ഞുള്ള വാക്ക് ഇത് കൺവേർഷൻ ആണ്. എക്സും വൈയും ഇന്റിജർ ആണ്. നമ്മൾ ഇന്റൻഷനലി കൺവേർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ ബ്രാക്കറ്റ് എക്സ് ബ്രാക്കറ്റിൽ ഇടുമ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് എക്സിനെ ഡബിൾ ആക്കണേ എന്ന് പറയുക ചെയ്യുന്നത്, ഓട്ടോമാറ്റിക് ആയിട്ട് എടുക്കുകയല്ല ചെയ്യും. അപ്പോൾ 5നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഇതില് ഹയർ ഡബിളും ഇന്റിജറും കൂടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഡെസിമൽ നഷ്ടപ്പെടാതിരിക്കാൻ അത് ഡബിളിൽ കീപ്പ് ചെയ്യും വാല്യൂ. അങ്ങനെ 5നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ ഇന്റിജർ ആണെങ്കിൽ 2 എന്നാണ് വരേണ്ടത്. ഇത് 2.5 എന്നുള്ള വാല്യൂയും കൂടെ പ്രിസർവ് ചെയ്യും. എന്താന്ന് വെച്ചാൽ ഒരു ഡബിളും ഒരു ഇന്റിജറും കൂടെ ഡിവിഷനോ മറ്റെന്തെങ്കിലും അരിത്തമാറ്റിക്കൽ ഓപ്പറേഷനോ നടത്തുമ്പോൾ അതിന്റെ വാല്യൂ പ്രിസർവ് ചെയ്യാനായിട്ട് ആ രണ്ടിലും വലിയ ഡേറ്റ ടൈപ്പ് ഏതാന്ന് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് കൺവേർട്ട്. അതുകൊണ്ട് അത് 2.5 ആയിട്ട് പ്രിന്റ് ചെയ്യുന്നത്. എക്സ് പെർസെൻറ്റേജ് വൈ എന്ന് പറയുമ്പോൾ അത് ഡബിളിൽ സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് 1.0. അത് ഇന്റിജറിൽ വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 1 എന്ന് മാത്രമേ കാണുള്ളൂ. അപ്പോൾ 2.5ഉം 1.0 ആണ് ഈ രണ്ടാമത്തെ ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ ഈ ഡബിള് എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ എഴുതി കൊടുക്കുന്നത് നമ്മൾ അതിനെ പറയുന്ന എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ, ഓട്ടോമാറ്റിക് അല്ല. പക്ഷെ ഇതിനകത്തൊരു ഓട്ടോമാറ്റിക് കൺവേർഷൻ ഉണ്ട്. എക്സും വൈയിലും ഒന്ന് ഡബിളും മറ്റത് ഇന്റിജറുമാണ്. അപ്പം നമ്മളോട് പറയാതെ തന്നെ ഇംപ്ലിസിറ്റ് ആയിട്ട് ആ വാല്യൂ ദശാംശം ഉള്ളത് കീപ്പ് ചെയ്യും, എന്നിട്ട് അത് റിസൾട്ട് 1ലേക്ക് സ്റ്റോർ ചെയ്യും. അപ്പോൾ ഡബിൾ എന്ന് വാക്ക് കൊടുത്തു കഴിയുമ്പോൾ അത് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ആണ്. ഒരു ഡബിളും ഒരു ഇന്റിജറും തമ്മിൽ ഡിവിഷൻ നടക്കുമ്പോൾ അതിന്റെ വാല്യൂ നഷ്ടപ്പെടാതിരിക്കാൻ ഹയർ വാല്യൂ ആയിട്ട് കീപ്പ് ചെയ്യുന്നുള്ളത് ഇംപ്ലിസിറ്റ് കൺവേർഷൻ, മറ്റത് എക്സ്പ്ലിസിറ്റ്, ഇത് ഇംപ്ലിസിറ്റ്. ആ രണ്ട് കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇഫ് എൽസും സ്വിച്ചും ആയിട്ടുള്ളതാണ്. ദിസ് ക്വസ്റ്റ്യൻ ഇൻവോൾവ്സ് if else and switch statement requiring you to trace the flow of execution based on condition. അപ്പോ ഇതില് നമുക്ക് നോക്കാം ഇതെങ്ങനെയാന്ന്. എയുടെ വാല്യൂ 10, ബിയുടെ വാല്യൂ 20, സിയുടെ വാല്യൂ എ ലെസ് ദാൻ ബി ആൻഡ് എന്ന് പറയുന്നത് രണ്ടും ട്രൂ ആകും. എ ബിയെ കാട്ടിലും ചെറുതായിരിക്കണം. ബി 20, എ 10, ശരിയാണ്. ബി ലെസ് ദാൻ സി, അതും ശരിയാണ്. ബി 20, സി 30, അതും ശരിയാണ്. അപ്പൊ അത് എന്ത് പ്രിന്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10, 20, 30 കിടക്കുന്നതെങ്കിൽ അത് കണ്ടീഷൻ 1 മെറ്റെന്ന് പ്രിന്റ് ചെയ്യും. അതാണ് ആൻസർ. ഓക്കെ, എ ഗ്രേറ്റർ ദാൻ ബിയും സി ലെസ് ദാൻ, അപ്പൊ ആ കണ്ടീഷൻ 1 മെറ്റെന്നുള്ളതാണ് അത് പ്രിന്റ് ചെയ്യുന്നത്.
അതിന്റെ ഔട്ട്പുട്ട്. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ട് കണ്ടീഷനും ട്രൂ ആണ്. ഓർ ഓപ്പറേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. ഈ കാര്യങ്ങളാണ് നമുക്ക് പറയേണ്ടത്. നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എത്തി. പക്ഷെ ഇതിനകത്ത് പ്രധാനമായിട്ട് പഠിക്കേണ്ട ചില, നമ്മൾ ഈ ഔട്ട്പുട്ട് പ്രഡിക്ഷനിൽ പ്രധാനമായിട്ട് ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യം ഒരു ട്രൈ റൺ നടത്തുക. ട്രൈ റൺ എന്ന് പറയുന്നത് പേപ്പറിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നതാണ് ട്രൈ റൺ എന്ന് പറയുന്നത്. കീപ് ട്രാക്ക് ഓഫ് വേരിയബിൾ വാല്യൂസ് അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് ദി പ്രോഗ്രാംസ് എക്സിക്യൂഷൻ. നമുക്ക് ഒരു വൈൽ ലൂപ്പിലോ ഒരു ഫോർ ലൂപ്പിലോ ഒക്കെ അതിന്റെ പെർസെൻറ്റേജ് കണ്ടിട്ട് സിസ്റ്റം നോക്കുന്നു. പിന്നെ അതിനകത്ത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യും. പിന്നെ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ കുറെ കാൽക്കുലേഷൻ ഉള്ളതാണെങ്കിൽ ഓരോ സ്റ്റേജിലും ഓരോ പ്രാവശ്യവും അതിനകത്ത് വേരിയബിൾ എങ്ങനെ മാറുന്നു എന്നുള്ളത് എഴുതി നോക്കുക. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഓർഡർ ഓഫ് ഓപ്പറേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ആദ്യം വരും, അഡീഷനും സബ്ട്രാക്ഷനെക്കാട്ടിലും. അത് അങ്ങനെയുള്ള ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് നമ്മൾ ഓർത്തിരിക്കും. പിന്നെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് ഇൻക്രിമെന്റ് ഡിക്രിമെന്റിലാണ്. ആ പോസ്റ്റ് ഇൻക്രിമെന്റിലും പ്രീ ഇൻക്രിമെന്റിലും വളരെ ശ്രദ്ധിക്കുക. പിന്നെ ടൈപ്പ് കാസ്റ്റിംഗ് നമ്മൾ 1-2 ചെയ്തു. അണ്ടർസ്റ്റാൻഡ് ഹൗ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് അഫക്ട്സ് വാല്യൂസ്. നമ്മൾ അങ്ങനെ ഒരു സംഭവം പറഞ്ഞു, എക്സ്പ്ലിസിറ്റ് ഇംപ്ലിസിറ്റും. സ്ട്രിംഗ് മെത്തേഡ്സ്. മെമ്മറൈസ് ദ കോളം സ്ട്രിംഗ് മെത്തേഡ്സ് and what they return. Substrings end index is exclusive. Index of return -1 if not 4. അപ്പോ ചില കോമൺ സ്ട്രിംഗ് മെത്തേഡ്സ് നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നല്ലത്. അത് നമുക്കറിയണം, അങ്ങനെ നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ലൂപ്പ് ടെർമിനേഷൻ. ഐഡന്റിഫൈ ദ ലൂപ്പ് ടെർമിനേഷൻ കണ്ടീഷൻ വെൻ ബ്രേക്ക് ഓർ കണ്ടിന്യൂ. അപ്പൊ അത് നോക്കുക, ലൂപ്പ് ടെർമിനേറ്റ്. അത് വെച്ച് നമുക്ക് പ്രിഡിക്ട് ചെയ്യാം കറക്റ്റ് ആയിട്ട്. ക്യാരക്ടർ ആസ്കി വാല്യൂസ് സംടൈംസ് ക്വസ്റ്റ്യൻ ഇൻവോൾവ് ക്യാരക്ടർ അരിത്തമാറ്റിക് വെയർ ആസ്കി വാല്യൂസ് ആർ യൂസ്. അപ്പൊ ആസ്കി വാല്യൂസ് യൂസ് ചെയ്യുന്ന ഘട്ടത്തില് അരിത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ക്യാരക്ടേഴ്സിന്റെ പുറത്ത് ഉണ്ടാവും. പ്രാക്ടീസ്, ദ മോർ യു പ്രാക്ടീസ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് become as predicting the outputs. Refer to your textbook and previous year's papers. Good luck. അപ്പൊ അത് ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കേണ്ടത്. അതിൽ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു. ക്വസ്റ്റ്യൻ 4 വരാം. ഇവിടെ പബ്ലിക് ക്ലാസ് മയ്യ സ്വിച്ച് ആണ് സ്റ്റേറ്റ്മെന്റ്. അതിൽ എ കോളനിലെ സിസ്റ്റം ഔട്ട് പ്രിന്റ് എക്സലന്റ് എന്നുണ്ട്, അത് ബ്രേക്ക് ആവും. ബിയും സിയും എം ടി ആണ്. സിയുടെ അവസാനം സിസ്റ്റം ഔട്ട് പ്രിന്റ് ലൈൻ ഗുഡ് എന്ന് പറയും. ഡിയില് സിസ്റ്റം ഔട്ട് പ്രിന്റ് ലൈൻ പാസ്, അത് കഴിഞ്ഞ് ബ്രേക്ക്, ഡിഫോൾട്ട് സിസ്റ്റം ഔട്ട് പ്രിന്റ് ലൈൻ ഫെയിൽ. അപ്പൊ ഇങ്ങനെയാണ് ഒരു പ്രോഗ്രാം കോഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഗ്രേഡ് ബി, ഇറ്റ് മാച്ചസ് good is printed. Since there is no break after KC, execution falls through to each. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. It matches good is permitted. Since there is no break after KC, KC കഴിഞ്ഞ് ബ്രേക്ക് ഇല്ല, എക്സിക്യൂഷൻ ഫാൾസ് ത്രൂ കേസ് ഡി, അങ്ങോട്ടേക്ക് വീഴും. പാസ് ഇസ് പ്രിന്റ്, അങ്ങനെ അത് പാസ് പ്രിന്റ് ചെയ്യുന്നത് പാസ്സായിട്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള നമുക്ക് ആദ്യ ഘട്ടത്തിൽ തോന്നുന്ന ഇതുപോലെ ആയിരിക്കില്ല പിന്നീട് ആ പ്രോഗ്രാം കാണിക്കുന്നു. അപ്പൊ ഗുഡും പാസും പ്രിന്റ് ചെയ്തു.
അടുത്തത് there are very common often involving nested loops, increment decrement operator and business continuous substitute. അപ്പോൾ ഒരു ഇന്റിജർ I is equal to 1, I less than equal to 5, I plus plus sum plus equal to I. അത് 3 ആണെങ്കിൽ ബ്രേക്ക് ആവും. ട്രൈ പ്രൊഡിക്ഷൻ പബ്ലിക് ക്ലാസ്. ഇതിൽ നമുക്ക് അഞ്ചാമത്തതിലേക്ക് നമുക്ക് നോക്കാം. അതിൽ ഇന്റിജർ I is equal to 1, I less than 5, I plus plus. ഇതിന്റെ ഔട്ട്പുട്ട് 6 ആണ്. 6 എങ്ങനെ വന്നു എന്ന് നോക്കാം. ഐയുടെ വാല്യൂ 1 ആണ്. അപ്പോ സമ്മിൽ 1 കൂടി 0 ആയിരുന്നത്, പിന്നെ അത് 2, I less than 5 ആണല്ലോ, അപ്പൊ 2 എടുക്കും. 2 1 3 ആയി. അടുത്തത് 3 വന്നു. ആ 3 വരുമ്പോഴത്തേക്ക് 3 2 5 1 6 സമ്മിലുണ്ട്. ബ്രേക്ക് അടിക്കും. ആ ബ്രേക്ക് അടിച്ചു കഴിയുമ്പോൾ ആ ഇഫിനകത്തുനിന്ന് ബ്രേക്കായി പുറത്തു പോകും. അപ്പൊ സമ്മിന്റെ വാല്യൂ 6 ആണ്. അങ്ങനെയാണ് അത് പ്രിന്റ് ചെയ്യുന്നത്. ഒന്നുകൂടെ പറയാം. അത് ആ ഫോർ ലൂപ്പ് ഇന്റിജർ I is equal to 1 ആണ്. I less than equal to 5, I plus plus ആണ്. അപ്പോ ഓരോ പ്രാവശ്യം ഫോർ ലൂപ്പിൽ കയറുമ്പോൾ സമ്മ് കൂട്ടും. അപ്പൊ സം പ്ലസ് ഈക്വൽ ടു I എന്ന് പറഞ്ഞാൽ സമ്മിന്റെ വാല്യൂ ഇപ്പൊ 1 ആണ്. കാരണം ഐയുടെ വാല്യൂ 1 ആയതുകൊണ്ട്. രണ്ടാമത്തെ പ്രോഗ്രാം എടുക്കുമ്പോഴും സമ്മിന്റെ വാല്യൂ 2 ആവും. പിന്നെ ഐയുടെ വാല്യൂ 3 ആകുമ്പോൾ ബ്രേക്ക് ആവും. പിന്നെ അത്യാവശ്യം കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് മുമ്പോട്ട് പോകും. ഇതാണ് ആ എറർ കറക്ഷന്റെ പറഞ്ഞത്. ആ ട്രൈ റണ്ണിൽ നമ്മൾ എഴുതി കൂട്ടി നോക്കുക ചെയ്യുന്നത്. I 1 ആണെങ്കിൽ സം 0, 0 plus 1, 1.1. അത് നോട്ട് ഈക്വൽ ടു 3 ആണ്. I is equal to 2, 1 plus 2 3 ആണ്. I not equal to 3 ആണ്. I is equal to 3, sum is equal to 3 plus 3, ഐയുടെ വാല്യൂ 3 ആണ്. ഇത് എന്താന്ന് വെച്ചാൽ നമുക്ക് ആദ്യം തുടക്കത്തിൽ ഐയുടെ വാല്യൂ 1 ആണെന്ന് അറിയാം. സം 0 പ്ലസ്, അപ്പം സം എന്ന് പറയുന്നത് 0 plus 1, 1.1. അടുത്തത് ഐയുടെ വാല്യൂ 2 ആയി. സമ്മ് 1 plus 2 ആയി. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ക്വസ്റ്റ്യൻ 6 ആണ്. ക്വസ്റ്റ്യൻ 6 k ഗ്രേറ്റർ ദാൻ 5, k പെർസെൻറ്റേജ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ നമ്പേഴ്സ് വരുമ്പോൾ ആ വാല്യൂസ് പ്രിന്റ് ചെയ്യും. അതുകൊണ്ടാണ് 10, 8, 6 പ്രിന്റ് ചെയ്തത്. ആദ്യം കെയുടെ വാല്യൂ 10 ആണ്. k ഗ്രേറ്റർ ദാൻ 5 ആണ്. k പെർസെൻറ്റേജ് ടു 0, അപ്പോ കെയുടെ വാല്യൂ 10. പിന്നെ വയൽ ലൂപ്പിൽ കയറി k മൈനസ് മൈനസ്, അപ്പോ 9 ആയി. k പെർസെൻറ്റേജ് 2ലേക്ക് കയറില്ല. 8 ആകുമ്പോൾ കയറും, 8 പ്രിന്റ് ചെയ്യും. 7 ആകുമ്പോൾ കയറില്ല, 6 ആകുമ്പോൾ കയറും, പ്രിന്റ് ചെയ്യും. പിന്നെ 10, 8, 6 പ്രിന്റ് ചെയ്യുള്ളൂ. പിന്നെ കെയുടെ വാല്യൂ 5 താഴേക്ക് പോകും. അതുകൊണ്ട് അത് എക്സിറ്റ് ആവും. അപ്പൊ ഇങ്ങനെ ഒരു പ്രഡിക്ഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആദ്യം 10 ഗ്രേറ്റർ ദാൻ 5 ട്രൂ ഓർ ഫാൾസ് ആകുന്നൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ.
ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ആ ട്രൈ റണ്ണിൽ ട്രൂ ഓർ ഫാൾസ്, അതായത് 10 ഗ്രേറ്റർ ദാൻ 5 ട്രൂ ആണ്, 10 ആ വലുത്. 9 ഗ്രേറ്റർ ദാൻ 5 9 ആ വലുത്. 8 ഗ്രേറ്റർ ദാൻ 5 8 ആ വലുത്. 7 ഗ്രേറ്റർ ദാൻ 5 7 ആ വലുത്. 6 ഗ്രേറ്റർ ദാൻ 5 6 ആ വലുത്. 5 ഗ്രേറ്റർ ദാൻ 5 5 ആ വലുത്. അപ്പോ അതില് ആ ഫാൾസ് ആണെന്ന് നോക്കിയാൽ 9% ടു ഫാൾസ് ആവും. അതെന്താന്ന് വെച്ചാൽ ഒറ്റ ഇരട്ട സംഖ്യയാണെങ്കിൽ ട്രൂ ആവും, ഒറ്റ സംഖ്യയാണെങ്കിൽ ട്രൂ ആകില്ല. രണ്ടും കൊണ്ട് ഇരിക്കുന്നുണ്ടാവും. ഏഴാമത്തതില് ഒരു ഇന്റിജർ ലൂപ്പ് ഉണ്ട്, അതിനുള്ളിൽ വേറൊരു ലൂപ്പ് ഉണ്ട്. ഇതെന്താ പ്രിന്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 1 1 2 1 2 3 ഇത് തന്നെ നമുക്ക് 1 2 3 4 വരെ പ്രിന്റ് ചെയ്യാനായിട്ട്. അതായത് ജെയുടെ വാല്യൂ 1 എഴുതി, പിന്നെ ജെയുടെ വാല്യൂ 2 ആയി 2 എഴുതി. അത് നമ്മൾ 5 6 കൊടുക്കുവാണെങ്കിൽ 6 തവണ അത് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ജെയുടെ ലൂപ്പിൽ നിന്ന് ഇറങ്ങി ഐയുടെ വാല്യൂ ഒന്നുകൂടെ ഇൻക്രിമെന്റ് ചെയ്യും. അവിടെ 3 പ്രാവശ്യമേ ആ ഔട്ടർ ഫോർ ലൂപ്പിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ തവണ ഔട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. Questions involving string methods like length, character at substring, index, last index, ഇങ്ങനെയുള്ള concatenate, ഇങ്ങനെയുള്ള equal compared to uppercase to lowercase. അപ്പോ ഇത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. Public string 1 computer sync to a complication. അതില് ആ ലെങ്ത്, ആ സ്ട്രിങ്ങിന്റെ ലെങ്ത് കണ്ടുപിടിക്കുന്നത്. പിന്നെ അടുത്തത് അതൊന്ന് നോക്കിയാൽ ആ പ്രശ്നം തീരുള്ളൂ. ഓക്കെ, അതില് നമ്മള് 9ാമത്തെ ക്വസ്റ്റ്യനിലെത്തി. അത് ഒരു അറേയാണ്, 5 ഐറ്റം ഉണ്ട്. അറേയിലെ 0th എലമെന്റ് എന്ന് പറയുന്നത് 10 ആണ്. 4th എലമെന്റ് എന്ന് പറയുന്നത് 50 ആണ്. അപ്പോ 10ഉം 50ഉം കൂടെ കൂട്ടി 60 അത് പ്രിന്റ് ചെയ്യും. പിന്നെ ഒരു ഫോർ ലൂപ്പ് ഉണ്ട്. ഐ ലെസ് ദാൻ അറേ ലെങ്ത്. അറേ ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് എണ്ണിയിട്ട് 1 2 3 4 5 5 എന്നുള്ള 6 ഐ പ്ലസ് പ്ലസ്. അപ്പോ ഫോർ ലൂപ്പിനുള്ളിൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. ആക്സസിങ് അറേ എലമെന്റ്സ്, ഇറ്ററേറ്റിംഗ് ത്രൂ അറേസ് ആൻഡ് പെർഫോമിംഗ് ഓപ്പറേഷൻ. അപ്പൊ അറേ 0 പ്ലസ് അറേ 4 എന്ന് പറഞ്ഞാൽ 10ഉം 40ഉം കൂടെ കൂട്ടുക എന്നുള്ളതാണ്. 0 1 10ഉം 50ഉം കൂടെ കൂട്ടുക. ഓക്കെ, അങ്ങനെയാണ് 60 കിട്ടും. അടുത്തത് അറേ ലെങ്ത് -1. അവിടെ അത് പ്രിന്റ് ചെയ്യുന്നത് അപ്പോ അത് നമ്മൾ ചെയ്തു. അറേ ആയി ഡിവൈഡ് ബൈ 10. അപ്പോ 20/10 അത് 2 പ്രിന്റ് ചെയ്യും. 30/10 3 പ്രിന്റ് ചെയ്യും. 40/10 4 പ്രിന്റ് ചെയ്യും. നമ്മൾ ആ താഴെയുള്ള ഔട്ട്പുട്ട് പ്രൊഡിക്ഷൻ നോക്കിയാൽ ആ പ്രോഗ്രാം മനസ്സിലാവും. റാപ്പർ ക്ലാസ് ക്വസ്റ്റ്യൻ 10.
നമുക്കറിയാം ഇതിനകത്ത് മാത്ത് POW എന്ന് പറഞ്ഞാൽ അതിന്റെ എക്സ്പോണന്റ് പ്രിന്റ് ചെയ്യും. മാത്ത് സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ക്വയർ റൂട്ട് പ്രിന്റ് ചെയ്യും. അത് അപ്പർ കേസ് ആണോ എന്ന് ചോദിക്കുന്നു. അത് അപ്പർ കേസ് ആണെങ്കിൽ ട്രൂ ഇന്റിജർ പാർട്സ് ഇന്റിജർ, ആ ഇന്റിജറിനെ പാർട്സ് ചെയ്യാനുള്ളതാണ് 123. അപ്പോ 123 7 കൂടെ കൂട്ടി 130. 123 into integer 123 and add 7 resulting 130. അപ്പൊ ഔട്ട്പുട്ട് 8.0. അതെങ്ങനെ കിട്ടി? 2⁻³ എന്ന് പറയുന്നത് 8.0. 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5. അത് അപ്പർ കേസ് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അത് ട്രൂ ആ. പിന്നെ നമുക്ക് 123 7 അതിനകത്തൊരു പാർസ് ഇന്റിജർ ഉള്ളത് കൊണ്ട് ആ ഇൻവേർട്ടർ കോമയെ കളയും, അത് കൂട്ടി 130 പ്രിന്റ് ചെയ്തു. അപ്പൊ ഓക്കെ ആണ് നമുക്ക്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞത് ട്രൈ റൺ പേപ്പറിനകത്ത് എഴുതി നോക്കുക. ഓർഡർ ഓഫ് ഓപ്പറേഷന് പ്രാധാന്യം കൊടുക്കുക. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും കഴിഞ്ഞ അഡീഷനും സബ്ട്രാക്ഷനും വരത്തുള്ളൂ. ഈ പെർസെൻറ്റേജിനും ഇൻഡുവിനും സ്ലാഷിനും ഒരേ പ്രസിഡൻസ് ആവുള്ള. ഇൻക്രിമെന്റ് ആൻഡ് ഡിക്രിമെന്റ് പേ ക്ലോസ് അറ്റൻഷൻ ടു പ്രീ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് വേഴ്സ് പോസ്റ്റ് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ആ പ്രീ ഇൻക്രിമെന്റ് ഡിക്രിമെന്റ്, പോസ്റ്റ് ഇൻക്രിമെന്റ് ഡിക്രിമെന്റ് ഇത് നല്ലവണ്ണം നോക്കേണ്ടതുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കും. ടൈപ്പ് കാസ്റ്റിംഗ് നമ്മൾ ആദ്യത്തെ 1-2 എണ്ണത്തിൽ, ഒന്നാമത്തെ രണ്ടാമത്തെ എണ്ണത്തിൽ അണ്ടർസ്റ്റാൻഡ് ഹൗ എക്സ്പ്ലിസിറ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ടൈപ്പ് കാസ്റ്റിംഗ് അഫക്ട്സ് വാല്യൂസ് എന്ന് പറഞ്ഞു. എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല, അതിനകത്ത് ചില ലോജിക്കെല്ലാം വെച്ചിട്ട് അത് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ആയിരിക്കണമെന്നില്ല. അതിനെ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയും. ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇന്ന ആള് ഇന്ന ഡേറ്റ ആണ് അവിടെ കീപ്പ് ചെയ്യാൻ പോകുന്നത്. അത് നമുക്ക് ഈ ഒറാക്കിൾ അല്ലാത്ത ഇപ്പൊ SQL ഒക്കെ അങ്ങനെ ഉള്ളത് കാണാൻ പറ്റും. അപ്പൊ അവിടെ ആ ഡേറ്റാബേസിൽ അത് ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് ചെറുതായിട്ട് കാണുന്നുണ്ട്. ടൈപ്പ് കാസ്റ്റിംഗ് പറഞ്ഞു. സ്ട്രിംഗ് മെത്തേഡ് മെമ്മറൈസ് ദ കോമൺ സ്ട്രിംഗ് മെത്തേഡ് ആൻഡ് വാട്ട് ദേ റിട്ടേൺ. ഇൻഡെക്സ് ഇൻ എക്സ്ക്ലൂസീവ് ഇൻഡെക്സ് റിട്ടേൺ -1 ഓഫ്. അപ്പൊ എന്താണ് ശരിക്കും റിട്ടേൺ ചെയ്യുന്നത്? 0 ആണ്. അപ്പം ലൂപ്പ് ടെർമിനേഷൻ, ഐഡന്റിഫൈ ദ ലൂപ്പ് ടെർമിനേഷൻ കണ്ടീഷൻ ആൻഡ് വെൻ ബ്രേക്ക് ഓർ കണ്ടിന്യൂ സ്റ്റേറ്റ്മെന്റ്സ് ഇസ് എക്സിക്യൂട്ടഡ്. ഈ ലൂപ്പ് ടെർമിനേഷനിൽ നമ്മൾ ബ്രേക്ക് ഔട്ട്കം മനസ്സിലാക്കണം. അതല്ലാത്തതില് സ്ട്രിംഗ് മെത്തേഡില് മെമ്മറൈസ് ദ കോമൺ സ്ട്രിംഗ് മെത്തേഡ്സ് ആൻഡ് വാട്ട് ദേ റിട്ടേൺ. എക്സാമ്പിൾ സബ്സ്ട്രിംഗ്. End-max is exclusive index of return if not found. Okay then. അപ്പോൾ ഇതെല്ലാം ഒന്നുകൂടെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. താങ്ക് യു ആൾ.